നാടകീയ രംഗങ്ങളാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ഗുരുതര ആരോപണങ്ങൾ, അതായത് ശീഷ് മഹൽ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ സ്ഥലത്ത് ഔദ്യോഗിക വസതിയിൽ സ്വർണ്ണ ടോയ്ലറ്റ്, അതോടൊപ്പം തന്നെ മിനി ബാർ, സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സംവിധാനങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കി എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും ബി.ജെ.പി. സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ദില്ലിയിൽ കോവിഡ് സമയത്ത് ആളുകൾ ഓക്സിജൻ ഇല്ലാതെയും ആശുപത്രിയും മറ്റ് സംവിധാനങ്ങളില്ലാതെയൊക്കെ ശ്വാസം മുട്ടുമ്പോഴാണ് ഇത്തരത്തിലൊരു നവീകരണം നടത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പഴയ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള പോലീസ് സംവിധാനമാണ്. അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രതിഷേധം നടത്തിയ ശേഷം മടങ്ങുകയാണ്. ഇവർ പോകുന്നത് പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിലേക്കാണ് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടി, അതായത് ഈ കെജ്രിവാളിൻ്റെ വസതി നിലവിൽ ഉള്ളത് ദില്ലി PWD വകുപ്പിൻ്റെ കീഴിലാണ്. മുഖ്യമന്ത്രി അതിഷി എത്തിയ ശേഷം ഇത് അതിഷി കൈമാറുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരുന്നില്ല. ആ പശ്ചാത്തലത്തിൽ പിന്നീട് ഇത് വസതി ഇപ്പോഴും ഉള്ളത് PWD കീഴിലാണ്. അപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കുന്നത് BJP ഉന്നയിച്ച വലിയ ആരോപണങ്ങൾ, അത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ അങ്ങനെയല്ല. അതായത് അവിടെ അത്തരത്തിലുള്ള ഒന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരുമായി ഇന്ന് ഔദ്യോഗിക വസതിയിലേക്ക് പോകാനാണ് നേതാക്കൾ ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമത്തെ പൂർണ്ണമായും പോലീസ് ഇവിടെ തടഞ്ഞു. വലിയ പോലീസ് സന്നാഹം നമുക്ക് ഈ വസതിക്ക് മുന്നിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ദില്ലി പോലീസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ട് ഇവിടെ വലിയ ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയാണ്. ഇതിനകത്താണ്, സിവിൽ ലൈനിലെ ഈ വസതിക്ക് ഈ ഗേറ്റിന് അകത്താണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അന്ന് താമസിച്ച വസതി ഉള്ളത്. പിന്നീട് അതിഷി മുഖ്യമന്ത്രിയായപ്പോൾ ഈ വസതി നൽകിയെങ്കിലും പിന്നീട് ആ വസതിയിലേക്ക് അതിഷി എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് വസതി PWD തന്നെ തിരിച്ചു വാങ്ങുന്നതാണ് കണ്ടത്. എന്താണെങ്കിലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. കാരണം ഈ വസതിയുമായി ബന്ധപ്പെട്ട് വസതി മോടി പിടിപ്പിച്ചത് വലിയ തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. ഒപ്പം ദില്ലിയിലെ ജനങ്ങളുടെ തുക കൊണ്ട് വലിയ തരത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്വർണ്ണ ടോയ്ലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം തന്നെ മറ്റ് ആം ആദ്മി നേതാക്കളും വലിയ അഴിമതി നടത്തിയെന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ശീഷ് മഹൽ ആരോപണം. ആ ആരോപണം അങ്ങനെയല്ല എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട അനുയായികളായ സഞ്ജയ് സിംഗും അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്വാജും മന്ത്രി ശ്രമിച്ചത്. പക്ഷേ എന്താണെങ്കിലും പോലീസ് അവരെ അകത്തേക്ക് കടത്തിവിടാതെ തടയുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.